ബ്രിട്ടീഷുകാരുമായിട്ട് ഒരുപാട് നികുതി വിഷയത്തിലും പല വിഷയങ്ങളിലും ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ പടവെട്ടിയ ഒരാൾ, മഹാനായ ഉമ്മർ ഖാലി. അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ഭാഗത്താണ് ഞാനുള്ളത്. അതിലിങ്ങനെ കയറുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കയറലുണ്ട് ഞാൻ, കാരണം എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം, ഉമ്മർ ഖാലി എന്ന ആൾ. പിന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്, ഒരു മനസ്സുഖമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ പള്ളിക്ക്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇദ്ദേഹം തറക്കല്ലിട്ടൊരു സ്ഥലമാണ് ഈ പള്ളി. ഇദ്ദേഹം തറക്കല്ലിട്ടതാണ്. ഇവിടെ അല്ലേനി മൂപ്പരുണ്ടായിന്, പക്ഷേ മൂപ്പര് ഇവിടെ തറക്കല്ലിട്ട് ഉദ്ഘാടനത്തിൻ്റെ നന്നായിട്ട് എന്തോ ഫാത്തായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് അന്തി ഉറങ്ങുന്ന ആളുകളുണ്ട്. ഒരുപാട് പഴക്കമുള്ള ഖബർസ്ഥാനങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് പഴക്കമുള്ള ഖബർസ്ഥാനങ്ങളുണ്ട്. അപ്പുറം വലതു ഭാഗത്തും ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അന്തി ഉറങ്ങുന്നുണ്ട്. പണക്കാരെന്നോ ദരിദ്രരൊന്നോ ഒന്നുമില്ല, എല്ലാവർക്കും കിടക്കേണ്ട ഒരു സ്ഥലം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുൻപ് ഇനി ആ കാണുന്ന അവിടെ ഒരു മക്കാമുണ്ട്. അവിടെ കയറി ചെല്ലുന്നവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സ്ത്രീകൾ കയറുന്നതിനെ ചാരി, സ്ത്രീകൾ കയറി പോകുന്നതിനെ ചാരി നിൽക്കുന്ന സ്ഥലമാണ് സൈനുദ്ദീൻ മരക്കാർ എന്ന ആൾ. നമുക്കറിയാം, ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പോകേണ്ട സമയത്ത് ഈ അങ്ങനെ ഇവിടെ കടന്നോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഖബർസ്ഥാനം പിളർന്ന് എന്നാണ് ചരിത്രം പറയുന്നുണ്ട്. പിളർന്ന് ചരിത്രം പറയുന്നതാണ്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ. പിന്നെ ചരിത്രങ്ങൾ അവരൊക്കെ അങ്ങനെ ആവാഞ്ഞാലേ കേട്, കാരണം അവരൊക്കെ ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അത്രയും അടുത്ത ആളുകളായിരുന്നു അവർ. ഇത് പള്ളിയുടെ ഉൾഭാഗത്ത് നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കയറാൻ കഴിയൂല, അവിടെ മുൻഭാഗം അടച്ചിട്ടതാണ്, തുറക്കാൻ കഴിയും, ലോക്ക് ഇട്ടിട്ടുണ്ട് അവർ. പക്ഷേ നമുക്ക് ഹൗലിൻ്റെ ഭാഗത്തു കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് മക്കാമിലേക്ക് കയറി ചെല്ലണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ മക്കാമ്. ഇവിടെ വന്ന് ഇരിക്കുക എന്നുള്ളതാണ് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ചൊല്ലിയിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭൂതിയുള്ളൊരു കാര്യമാണ്. ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ഒന്ന് ദിക്റായിരിക്കുക, ദിക്റിലിരിക്കുക, യാസീൻ ഓതുക. പിന്നെ വല്ലാത്തൊരു മനസ്സുഖമാണ് ഇവിടെ ഇരുന്നാൽ. ഇത് പിന്നെ അവിടുത്തെ പള്ളിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഉമർ ഖാദിയുടെ ചരിത്രം, ഉമർ ഖാദിയുടെ പിന്നെ ജീവിതവും കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടിത്തറ എന്ന് പറയാം. സൈനുദ്ദീൻ മരക്കാർ ഉപ്പാപ്പയുടെ ഇതാണ് ഇവിടെ. ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും എന്നാണ്. ഇൻഷാ അല്ലാഹ്.